ഒരു പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ടാണ് ഗൈസ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ അമ്മയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഏകദേശം 4 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലോട്ട് വരുന്നത്. ഗൈസ് നമുക്ക് ലൈൻ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കത്തിയാൽ മതിയായിരുന്നു. ഹായ് ഫ്ലൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ എവിടെ വെച്ചാണ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നിടം വരെയാണ്. അതായത് ഞാൻ ഭയങ്കര കൊതുശല്യമായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു വൈറ്റ് ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ പൊട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കാലൊക്കെ പൊതിഞ്ഞ് വെച്ചാണ് കിടന്നത്. കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇപ്പം പകലായതുകൊണ്ട് നിങ്ങളെ കറക്റ്റായിട്ട് എല്ലാം കാണിച്ചു തരാം. ഇപ്പം ഏകദേശം ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ ഇവിടുത്തെ ഔട്ട്ലെറ്റൊക്കെ കാണിച്ചു തരാം. അപ്പം ചേർത്തലയിലെ ഔട്ട്ലെറ്റാണിത്. അപ്പം ആൾറെഡി അവർക്ക് കൊല്ലത്തും ചേർത്തലയും പിന്നെ പത്തനംതിട്ടയിലും ഉള്ളത് എനിക്കറിയാം. വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മളാണെങ്കിൽ ചെറിയൊരു ജോബിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്കിനി ബാക്ക് ക്യാമറ ഇടാൻ കാണിച്ചു തരാവേ. ഗായ്സ്, ഇതാണ് ചേർത്തലയുള്ള തുണിയുടെ ഔട്ട്ലെറ്റ്. ഉണ്ട്, വമ്പിച്ച വിലക്കുറവിലുള്ള ഐറ്റമാണ്. അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു വണ്ടിയാണ്. ഇവിടെ നല്ല സ്ഥലമുണ്ട് കേട്ടോ, നല്ല സ്ഥലമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലും സെയിം സാധനം തന്നെ ഉണ്ട്. എന്നാൽ ഇവിടെ നല്ല ഒരു സ്ഥലവും ഉണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്ക് പിടിച്ച ഏരിയയാണ്. എൻ്റെ പത്തനംതിട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിനടുത്തല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് കാൽനടയായിട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന സംഭവം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഞാത്തിട്ടേക്കുന്ന ഈ വയറിങ് കണ്ടോ, ഈ വയറിങ് ഫുള്ള് നമ്മൾ ചെയ്തതാണ്. ഈ ഹോൾഡറൊക്കെ ഞാൻ ആണ് ഇട്ടത്. ഈ ഹോൾഡറൊക്കെ ഏകദേശം പകുതിയിലും കൂടുതൽ ഞാൻ തന്നെയാണ് ഇട്ടതെന്നാണ് എൻ്റെ ഒരു ഊഹം. പകുതിയിലും കൂടുതൽ ഞാൻ തന്നെ ഇട്ട. പിന്നെ ഇതിനകത്ത് ഞാൻ മാത്രം ചെയ്താൽ പറ്റത്തില്ല. ബാക്കി അതിനകത്തിൽ പൈപ്പ് ഇടുന്ന പരിപാടി, അങ്ങനെ നമ്മുടെ സുധീഷ് അണ്ണനും അജീഷ് അണ്ണനും എല്ലാവരും സഹായിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത പൈപ്പ് ഇടാൻ പൈപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്, ഇവിടെ ഹോൾഡർ വരും. 3 ഫേസ് ലൈനാണ് വരുന്നത്. അപ്പം നമ്മൾ DB ബോക്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു വയറ് മാത്രം വലിച്ച് നമ്മൾ ഈ ഒരു ലൈൻ വലിച്ചിട്ട് ഇതിലേക്കെല്ലാം ഹോൾഡറെല്ലാം കൊടുക്കുകയാണ്. അപ്പം ഫ്രണ്ടിലായിട്ടാണെങ്കിൽ 5 സ്റ്റാളുണ്ട്. 5 സ്റ്റാൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. 1 2 3 4 5 എണ്ണമുണ്ട്. അപ്പം അവിടെ 5 സ്റ്റാളിൻ്റെ താഴെയായിട്ട് ഇപ്പം ഈ സ്റ്റാളിൻ്റെ ഇവിടെയാണ് ഈ ഒരു ബൾബിൻ്റെ ലൈറ്റ് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇപ്പുറത്ത് ഒരെണ്ണം വരും. അതിൻ്റെയാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് സുധീഷണ്ണനാണെങ്കിൽ ഹോൾഡറൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പം ഏകദേശം ഇപ്പം ഞങ്ങളിപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇതാണ് ഇവിടെയാണ് മേളയുടെ ഐറ്റംസ് ഒക്കെ വരുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടുത്തെ സ്ഥലമെല്ലാം മാറും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് സുധീഷണ്ണൻ്റെ അടുത്തോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഗൈസ്, ഇതാണ് ഗൈസ് സുധീഷണ്ണൻ. ഇപ്പോൾ ഹോൾഡറെല്ലാം ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിലിട്ട് സെറ്റാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഹോൾഡറെല്ലാം പിടിപ്പിക്കാൻ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? വേറൊന്നും അല്ലായിരുന്നു, സുഖമായിട്ട് ഇറങ്ങിയ. ഇവിടെ എങ്ങനുണ്ട് പണി? എങ്ങനുണ്ട് ഏതിന്റെ? ഷീറ്റ് ഇല്ലാത്തോണ്ട് ഇവിടെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല വെയിലാവും. ഇന്ന് എന്തായാലും ഷീറ്റൊക്കെ ഇട്ട് നാളെയാണ് ഉദ്ഘാടനം. അപ്പം അതിൻ്റെ അനുസരിച്ച് സംഭവങ്ങളെല്ലാം ഇന്നത്തേന് സെറ്റ് ആവുമായിരിക്കും അല്ലേ?
അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചേർത്തില്ല മുഖം ഒന്നും അങ്ങനൊന്നും എടുക്കും. അതൊക്കെ എന്ത് അതും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വയറ് സ്ലിപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ഇത് 2 ഫേസും ഒരു ന്യൂട്രൽ ഇവിടെ വരുന്നു. 3 ഫേസിൻ്റെ 2 ഫേസും ഒരു ന്യൂട്രൽ ഇവിടെ വരുന്നു. സാധാരണ 4 ഇട്ടാ ചെയ്യുന്നത്, 3 ഫേസാണ് വരുന്നത്. നമ്മളിപ്പോൾ 2 ഫേസ് ഇട്ടാ ചെയ്യുന്നത്. ഇപ്പോൾ ഹോൾഡറിൻ്റെ ന്യൂട്രലും ഫേസും കൊടുക്കുക. The next day. Breakfast. Costly breakfast. What, sir? Rich man. Costly breakfast. ലാസ്റ്റ് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സുധീഷ് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനിയും വഴിയുണ്ടാവും. ഞങ്ങൾ അവസാന ദിവസത്തെ വന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഇതൊരു വഴിത്താരയാണ്. ഒരു മറ്റേ കാരവാൻ പോയാണ്ടോ, അത് നമ്മൾ കഴിച്ചിട്ട് കാണുമേ. ഓ, ഹെൽപ്പറിനെ എടുക്കണോ? അതിന്റെ ഹെൽപ്പറിനെ എടുക്കണോ? ഗൈസ്, നമുക്ക് ലൈൻ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കത്തിയാൽ മതിയായിരുന്നു. കത്തുന്നില്ല. കത്തി കത്തി അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എല്ലാം കത്തി. യെസ്, ചിലയിടത്തൊക്കെ ബൾബ് ഇടാനുണ്ട് കേട്ടോ. ഇത് ഞാൻ കൊടുത്ത ലൈനാ ഈ പോകുന്നത്. അതിൽ ബൾബ് കുറച്ചുകൂടെ ഇടാനുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. മുതലാളി എല്ലാം ഓക്കെ അല്ലയോ? പറ, എല്ലാം ഓക്കെ ആണോ? എല്ലാം ഓക്കെ. നീ എന്റെ DV താങ്ക് യു. അത് ഓഫാക്കപ്പെട്ടത് അതിന്റെ സ്വിച്ച് ഇങ്ങനെയാണ് ഓൺ ആക്കുന്നത് കേട്ടോ. അതിന് ചായ കുടിക്കുന്ന ടൈമാ. വല്ലയിടത്തും പോയി 4 മണിക്കൂർ കഴിഞ്ഞു. ഗേൾസിന് ചായ കുടിക്കാനുള്ള ടൈമാണ്. അയ്യോ അയ്യോ. അങ്ങനെ നമ്മൾ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും കഴിച്ചിട്ടാണ് വന്നത് തിരിച്ച് കേട്ടോ.
ഗൈസ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഏകദേശം 4 ദിവസത്തോളം എടുത്ത് നമ്മളിവിടുത്തെ വർക്കൊക്കെ തീർക്കാൻ. 4ാമത്തെ ദിവസമാണ്. ഇന്ന് വലിയ വർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അകത്തെ സ്റ്റാളൊക്കെ ഒന്ന് കാണിക്കുക, എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഗൈസ് ഫ്രണ്ടിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ ചക്ക വിഭവങ്ങൾ എന്ന് പറഞ്ഞ ചക്കയുടെ മേള പോലത്തെ ചെറിയൊരു സ്റ്റാളാണ്. അപ്പോൾ നമ്മൾ അടുത്ത സൈഡിൽ നമ്മൾ DB ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇനിയും സാധനങ്ങൾ കൊണ്ടുവരാനും അതുപോലെ അടുക്കി വെച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അവർ. അവരുടെ ഐറ്റംസൊക്കെ നാളെ സ്റ്റാർട്ട് ചെയ്തുള്ള വേറെ മേളയുടെ ഐറ്റംസൊക്കെ കേട്ടോ. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. 4 ദിവസമായി അമ്മയെ കണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ റിയാക്ഷനൊക്കെ എന്താണെന്ന് നോക്കാവേ. ഓ ഗായ്സ്, അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഒരു പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഗൈസ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ അമ്മയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഏകദേശം 4 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീട്ടിലോട്ട് വരുന്നത്. നമ്മൾ എവിടെയായിരുന്നു പോയത്? ചേർത്തല. അതെ ചേർത്തലയിൽ പോയിട്ട് എനിക്ക് സ്ഥലം പെട്ടെന്ന് കിട്ടിയില്ല. ചേർത്തലയിൽ പോയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ അവിടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പച്ചക്കറിയൊക്കെ മേടിച്ചാൽ വരുമ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ശമ്പളം ആണെങ്കിൽ കുറച്ചുകൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അവിടുത്തെ ആ മേളയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ സാലറി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പൈസ അമ്മയുടെ കയ്യിൽ കൊടുക്കായിരുന്നു. നമ്മൾ പച്ചക്കറി മേടിക്കാനും വണ്ടിക്കൂലി അതുപോലെ കുറച്ച് പോക്കറ്റ് മണി പോലെ കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളൂ. അത് നമുക്ക് അമ്മയുടെ കൊടുക്കാൻ തികത്തില്ല, കാരണം എനിക്ക് ആൾറെഡി കൊടുക്കാനുണ്ട് കുറച്ച് പൈസ വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അമ്മയുടെ എക്സ്പ്രഷൻ നോക്കാം. നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മുടെ കുട്ടിയെ പരിചയപ്പെടാം. എന്ത് ചെയ്യവള്? നിന്റെ എക്സ്പ്രഷൻ കാണിക്കും. നിനക്ക് കഴിക്കാനുള്ള ഇതില് പച്ചക്കറി വെജിറ്റേറിയൻ. എന്തെങ്കിലും പറയടി. എന്നെ ഇത്രയും നാളും കാണുന്ന വിഷമം ഉണ്ടായിരുന്നു. അവളെ കെട്ടിയിട്ടേക്കോ, അല്ലെങ്കിൽ മേത്തൊക്കെ ചാടിക്കരുത്. അമ്മ എന്ത് ചെയ്യും നോക്കട്ടെ. ഓയ് അമ്മയുടെ എക്സ്പ്രഷൻ എടുക്കാൻ മുന്നേ അമ്മയുടെ എക്സ്പ്രഷൻ, അമ്മയുടെ റിയാക്ഷൻ ഇങ്ങനെ ഓരോരുത്തരൊക്കെ കാണിക്കത്തില്ല. ഇങ്ങനെ മക്കളൊക്കെ വരുമ്പോൾ തുള്ളിച്ചാടുന്ന വീട്ടൊക്കെ അതുപോലൊക്കെ കാണിയത്. 4 ദിവസം കാണാതിരുന്നിട്ട് എന്താ ചെയ്ത്? അടൂരിന്ന് മേടിച്ച്. ഓക്കെ. ഓ ഗൈസ്, അപ്പം നമ്മുടെ അമ്മയുടെയൊക്കെ റിയാക്ഷൻ കണ്ടല്ലോ. 4 ദിവസം കാണാതിരുന്നിട്ട് വന്നതിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അമ്മ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതെന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുഖം എല്ലാം ഡള്ളായിട്ടിരിക്കുകയാണ്. ഇനി ശരിക്കും കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരണം. അതിന്റെ ഉച്ചഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ 1 lakh ചാലഞ്ച് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതെങ്കിലും പോയിട്ടില്ല. അപ്പം എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതാണ്. ഗുഡ് ബൈ.